ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി പങ്കെടുക്കുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ശ്രീ മോദിയുടെ കൂടിക്കാഴ്ച നാളെയാണ്. സ്ലൊവാക്യ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഫ്രാൻസിലെത്തിയത്. കേരളത്തിൽ സെൻസസ് 2027 ഒന്നാംഘട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയതോടെയാണ് സെൻസസ് ഒന്നാംഘട്ടത്തിന് തുടക്കമായത്. മുഖ്യമന്ത്രി VD സതീശനും ചീഫ് സെക്രട്ടറി A ജയതിലകും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ ജൂലൈ 1 മുതൽ ആരംഭിക്കും. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഈ ഘട്ടത്തിൽ നടക്കുക. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. ഫ്രാൻസിലെ നീസ് മസേനയിൽ ആരംഭിച്ച UPI പണമിടപാട് സംവിധാനം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ലോകോത്തര ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിനെ ഫ്രാൻസിന്റെ മുൻനിര റീറ്റെയിൽ മേഖലകളിലൊന്നിലേക്ക് കൊണ്ടുവന്നത് സുപ്രധാന ചുവടുവയ്പാണെന്ന് ശ്രീ ഗോയൽ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇനി മുതൽ ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസുള്ള ഫാർമസികൾ വഴി മാത്രമേ നടത്താൻ സാധിക്കൂ. നേരത്തെ 1000-ൽ താഴെ ജനസംഖ്യയുള്ള ഗ്രാമങ്ങളിൽ ലൈസൻസിംഗ് വ്യവസ്ഥകൾ പാലിക്കാതെ തന്നെ കഫ് സിറപ്പുകളുടെ വിൽപ്പന അനുവദിച്ചിരുന്നു. സംസ്ഥാനത്തെ നിപ്പ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി K മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗല്ല ബാധിച്ച് മരിച്ചതായും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കൊടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്ക് മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ന്യൂസിലൻഡ് ശ്രീലങ്കയെ ബാറ്റിംഗിന് അയച്ചു. രാത്രി 11 മണിക്ക് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ട് അയർലൻഡിനെ നേരിടും. ഇറാൻ ആണവായുധം സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ അത് വിനാശകരമായ തീരുമാനമാകുമെന്ന് മുന്നറിയിപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരിക്കലും ആണവായുധം കൈവശം വെക്കില്ലെന്ന് ഇറാൻ കരാറിൽ വ്യക്തമാക്കുന്നുണ്ടെന്നും ട്രംപ് പ്രതികരിച്ചു. G7 ഉച്ചകോടിക്കിടെ ഖത്തർ അമീറുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച വെർച്വലായി അഭിസംബോധന ചെയ്യും. ഇതിന്റെ ഭാഗമായി EPFOയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ സംഘടിപ്പിച്ചിട്ടുള്ള ചടങ്ങിൽ C സദാനന്ദൻ മാസ്റ്റർ MP, കണ്ണൂർ മേയർ P ഇന്ദിര എന്നിവർ സംബന്ധിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം വിലമതിക്കുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് ആസ്ഥാനത്ത് IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്നിനെതിരെ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കാൻ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്നദ്ധത അറിയിച്ചതായും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. ഈ മാസം 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീലയും നിറത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമെന്ന് KSRTC. ഓർഡിനറി വിഭാഗത്തിൽ മുൻപുണ്ടായിരുന്ന എല്ലാ സർവീസുകളും തുടർന്നും ഓർഡിനറി സർവീസായി തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്നും തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ പതിച്ചതാണെന്നും KSRTC അറിയിച്ചു. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്നതായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.